ഹലോ, ഇന്ന് നമ്മൾ ഹാംബർഗിൽ നിന്ന് ബെർലിനിലേക്കൊരു ട്രിപ്പ് പോവുകയാണ്. നമ്മൾ ട്രെയിനിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. 6 മണി കഴിഞ്ഞേ ഉള്ളൂ. ഹാംബർഗ് ഹൗബാനോഫിൽ നിന്നാണ് കേട്ടോ നമുക്ക് ബെർലിനിലേക്കുള്ള ഫ്ലിക്സ് ട്രെയിൻ വരുന്നത്. രാവിലെ 7:30ക്കാണ് ട്രെയിൻ. ഫ്ലിക്സ് ട്രെയിനിൽ നമുക്ക് 2 മണിക്കൂർ കൊണ്ട് തന്നെ ബെർലിനിൽ എത്താൻ പറ്റും. വരുന്നതാണ് നമ്മുടെ ഫ്ലിക്സ് ട്രെയിൻ. ഇതിലാണ് നമ്മൾ ബെർലിനിൽ പോകുന്നത്. രാവിലെ ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴിയൊക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു. നമ്മളൊരു ഏകദേശം 9:30 കഴിഞ്ഞപ്പോൾ ബെർലിനിലെത്തി. ഇതാണ് ബെർലിൻ ഹൗബാനോഫ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയത് അവിടെ അടുത്തുള്ള ഫുട്ടൂറിയം എന്ന് പറഞ്ഞൊരു മ്യൂസിയത്തിലേക്കാണ്. ഇവിടെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ടെക്നോളജി ആൻഡ് റിസർച്ച് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു വിഷ്വൽ പ്രസൻറ്റേഷനാട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനുശേഷം നമ്മൾ പോയത് ജർമ്മൻ പാർലമെൻറ്റ് കാണാനായിട്ടാണ്. അവിടെ നമുക്ക് ഓൾറെഡി ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു ജർമ്മൻ പാർലമെൻറ്റ് വിസിറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റിയില്ല. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ബ്രാൻഡൻബർഗ് ടോർ കാണാനായിട്ടാണ്. ജർമ്മനിയിലെ ഒരു മെയിൻ ലാൻഡ്മാർക്കാണിത്. ജർമ്മൻ ഇലക്ഷൻ്റെ തലേദിവസമാണ് നമ്മളവിടെ പോയത്. അതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇതിനടുത്ത് തന്നെയാണ് മാഡം ടുസാഡ്സ് വാക്സ് മ്യൂസിയം ഉള്ളത്. അതിനുശേഷം നമ്മൾ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലെ ബുഫേക്കാണ് പോയത്. ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. സുഷീസ്, ഫിഷ്, ചിക്കൻ, കേക്ക്സ്, ഐസ്ക്രീംസ്, എല്ലാത്തിൻ്റെയും ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. എല്ലാ ഐറ്റംസും ടേസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. കുറച്ച് കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായി. എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ വന്ന ടൈമിൽ ഇവിടെ അത്ര തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ അത്യാവശ്യം നല്ല ആൾ വന്നു. ഇവിടെ നിന്നും നേരെ ഹോളോകോസ്റ്റ് മെമ്മോറിയലിലേക്കാണ് പോയത്. 2ാം ലോക മഹായുദ്ധ കാലത്ത് കൊല്ലപ്പെട്ട ജൂസിന് വേണ്ടിയിട്ടുള്ളൊരു മെമ്മോറിയലാണിത്. അവിടെ നിന്ന് ഈസ്റ്റ് വെസ്റ്റ് ജർമ്മനിയുടെ ബോർഡർ ആയിരുന്ന ചെക്ക് പോയിൻറ്റ് ചാർലിയിലേക്കാണ് നമ്മൾ പോയത്. അങ്ങനെ കറങ്ങി നടന്ന് സമയം പോയതറിഞ്ഞില്ല. പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണിത്. ഈ വണ്ടികളെല്ലാം ഒരു കല്യാണത്തിൻ്റെ വണ്ടികളാണ്. ഇവരെല്ലാം ഇങ്ങനെ റോഡ് ഫുൾ ഹോൺ അടിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ കല്യാണങ്ങൾക്ക് ഇങ്ങനെ ഹോൺ അടിച്ച് പോകുന്നത് ഒരു പ്രത്യേകതയാണെന്നാണ് കേട്ടത്. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള സമയമായി. നമ്മൾ തിരിച്ച് ഫ്ലിക്സ് ബസ്സിനാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ബെർലിൻ ട്രിപ്പിൻ്റെ മിനി വ്ളോഗ്. അപ്പോൾ ചുസ്.